മുസ്ലിം ലീഗിനെതിരായ INL നേതാവ് കാസിം ഇരിക്കൂറിന്റെ പരാമർശത്തിനെതിരെ വിമർശനം. CPIഎമ്മിന്റെ ഗുഡ് ബുക്കിൽ കയറാനുള്ള അവസരവാദ ശ്രമമാണ് കാസിം ഇരിക്കൂർ നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് വനിതാ നേതാവ് ഷാഹിന നിയാസ്. മുസ്ലിം ലീഗിനെ തൊട്ടാൽ കുളിക്കണമെന്നായിരുന്നു കാസിം ഇരിക്കൂറിന്റെ പരാമർശം. ഷാദ് റഹ്മാനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഇത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു വിമർശനം വന്നിട്ടുള്ളത്. അത് ഇടത് സർക്കാരിനെ അവരെ പ്രീണിപ്പിക്കാനുള്ള ആ ഒരു നീക്കങ്ങളുടെ ഭാഗമായാണെന്ന രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുന്നു അല്ലേ? സ്മിത, ഉന്മേഷ, ഇത് ആദ്യമായിട്ടല്ല കാസിം ഇരിക്കൂർ മുസ്ലിം ലീഗിനെ ഇത്തരത്തിൽ വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാസിം ഇരിക്കൂർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത്, അതായത് മുസ്ലിം ലീഗിനെ തൊട്ടാൽ കുളിക്കണം എന്നുള്ളതാണ്. അതാണ് ലീഗ് അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഇപ്പോൾ ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ വനിതാ ലീഗിന്റെ നേതാവായിട്ടുള്ള ഷാഹിന നിയാസ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ഇങ്ങനെയാണ് പറയുന്നത്. അതായത് മുൻകാലങ്ങളിൽ 14 ജില്ലാ കമ്മിറ്റികളും തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാസിം ഇരിക്കൂർ ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പടവെട്ടുന്ന ഒരാളെയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു അടിക്കുറിപ്പിൽ പോലും തങ്ങളുടെ പേര് നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനമാനങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു നേതാവാണ് താങ്കൾ എന്നുള്ളതാണ് ഷാഹിന പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ CPMന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കാസിം ഇരിക്കൂർ നടത്തുന്നത്. അല്ലാതെ ഇത് കാസിം ഇരിക്കൂറിന്റെ വാക്കുകളല്ല എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.